എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അറിയാം കൊമേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1991 പുതിയ സാമ്പത്തിക നയത്തെപ്പറ്റി പഠിച്ചു കഴിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ മാറ്റമുണ്ടായപ്പോൾ അത് ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും പലതരത്തിൽ ബാധിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കാർ നയങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ബിസിനസ്സിലും അതുപോലെ തന്നെ വ്യവസായങ്ങളിലും ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ടോപ്പിക് ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഫസ്റ്റ് ഇമ്പാക്റ്റ് ഈസ് ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ. The new economic policy made the existing industries in India to face all-round competition. They had to face competition from multinationals and also from imports. സർക്കാർ നയങ്ങൾ ബിസിനസ്സിലും വ്യവസായങ്ങളിലും ഉണ്ടാക്കിയ സ്വാധീനം. ആദ്യ പോയിന്റ്, ഉയർന്ന തോതിലുള്ള മത്സരം. വളരെ ഉദാരമായ ലൈസൻസിങ് സമ്പ്രദായവും അതുപോലെ തന്നെ വിദേശ സ്ഥാപനങ്ങളുടെ രംഗപ്രവേശവും ഒക്കെ കാരണം ഇന്ത്യയിലുണ്ടായിരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വളരെ കടുത്ത മത്സരം തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇത് പ്രത്യേകിച്ചും മുൻപ് പൊതുമേഖലയിൽ മാത്രം പ്രവർത്തിച്ചു വന്നിരുന്ന വാർത്താവിനിമയം, അതുപോലെ എയർലൈൻസ്, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളിലായിരുന്നു. Second point is related with customers, that is more demanding customers. Increased competition in the market gives the customers wider choice in purchasing better quality of goods and services. Thus, the changes in the government policy created the customers as more demanding. ഉപഭോക്താക്കളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റമാണ് രണ്ടാമത്തെ പോയിന്റ്. അതായത് കൂടുതൽ ആവശ്യപ്പെടുന്ന ഉപഭോക്താക്കൾ. വിപണിയിലുണ്ടായ ഉയർന്ന മത്സരം മെച്ചപ്പെട്ടതും അതുപോലെ തന്നെ ഗുണനിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങുന്നതിന് ഉപഭോക്താക്കൾക്ക് വളരെയധികം അവസരങ്ങൾ നൽകി. ഇത് തികഞ്ഞ അവബോധവും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കാൻ ഒട്ടേറെ അവസരങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകിയത് കൊണ്ട് അവർ വിപണിയിൽ നിന്ന് ഏറെ ആവശ്യപ്പെടുന്നു. നെക്സ്റ്റ് വൺ ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. The new economic policy made it very clear that no business can exist without technological development. Smaller firms find it very difficult to adopt new technologies due to the heavy expenses. സാങ്കേതിക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത പോയിന്റ്. അതായത് ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക പരിസ്ഥിതി. വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന മത്സരം വിപണിയിൽ നിലനിൽക്കുന്നതിനു വേണ്ടി ഏറ്റവും പുതിയ മാർഗങ്ങൾ അവലംബിക്കാൻ ബിസിനസ് സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് മാറുന്ന സാങ്കേതിക പരിസ്ഥിതി പ്രത്യേകിച്ച് ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ കനത്ത വെല്ലുവിളി ഉണ്ടാക്കുന്നു. ഫോർത്ത് പോയിന്റ് ഈസ് നെസസിറ്റി ഫോർ ചേഞ്ച്. Up to the year 1991, the firms could have relatively stable policies and practices. But after 1991, new economic changes forced the enterprises to continuously modify their business activities according to the changing situations. നാലാമത്തെ പോയിന്റ്, മാറ്റത്തിൻ്റെ അനിവാര്യത. 1991 മുൻപ് വരെ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ കർശനമായ നിയന്ത്രണങ്ങളൊക്കെയായിരുന്നു. ഈ നിയന്ത്രിത സാഹചര്യം ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് താരതമ്യേന സ്ഥിരതയാർന്ന നയങ്ങളും രീതികളുമൊക്കെ പ്രദാനം ചെയ്തിരുന്നു. എന്നാൽ 91 ശേഷം വിപണിയിലെ സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഇത് കാരണം ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നിരന്തരമായി അവരുടെ പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കേണ്ടതായും വന്നു. ഫിഫ്ത്ത് പോയിന്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ റിസോഴ്സസ്, ദാറ്റ് ഈസ് നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. Indian enterprises have suffered for long with inadequately trained personnel. The new market conditions require people with higher competence and greater commitment. So, the firms are forced to develop and train human resources with greater skills and competencies. അഞ്ചാമത്തെ പോയിന്റ്, മനുഷ്യ വിഭവങ്ങൾ വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇന്ത്യൻ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒരു പ്രധാന പരിമിതിയായിരുന്നു പരിശീലനം ലഭിച്ച തൊഴിലാളികളുടെ അഭാവം. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വിദഗ്ധ തൊഴിലാളികൾ ആവശ്യമായി വരുന്നു. അതിനാൽ കമ്പനികൾ മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. The sixth point is market orientation.
Before the new economic policy changes, firms used to produce first and go to the market for sale later. It is called production orientation. But after the announcement of new economic policy, there is a shift to market orientation in which the firms have to study and analyze the market first and produce goods accordingly. ആറാമത്തേത് വിപണി ക്രമീകരണമാണ്. അതായത് പഴയകാല വിപണന പ്രവർത്തനങ്ങൾ ഉൽപ്പന്നങ്ങളെ അധിഷ്ഠിതമാക്കിയുള്ളതായിരുന്നു. അവിടെ ഉൽപ്പാദനത്തിന് ശേഷം മാത്രമേ വിപണനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ പുതിയ സാമ്പത്തിക നയമൊക്കെ വന്ന ശേഷം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ബിസിനസ് ലോകത്ത് ഉൽപ്പാദന സംബന്ധിയായ അവസ്ഥയിൽ നിന്ന് വിപണി സംബന്ധിയായ ഒരു അവസ്ഥയിലേക്ക് മാറുകയുണ്ടായി. അതായത് ആദ്യം വിപണിയെക്കുറിച്ച് പഠനവും വിശകലനവും ഒക്കെ നടത്തി അതിനുശേഷമാണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ പുതിയ തന്ത്രം. ലാസ്റ്റ് പോയിന്റ് ഈസ് ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. Until the new economic policy, the public sector in India was getting financial support from the government through budgets. But after the introduction of new economic policy, the public sector undertakings have realized that in order to survive and grow, they will have to be more efficient and generate adequate profit in their own way. ഏഴാമത്തേതും അവസാനത്തേതുമായ പോയിന്റാണ് പൊതുമേഖലയ്ക്കുള്ള കുറഞ്ഞ ഗവൺമെൻറ് പിന്തുണ. പുതിയ സാമ്പത്തിക നയത്തിന് മുൻപ് വരെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ ലഭ്യമാക്കിയിരുന്ന ധനസഹായം കാലക്രമേണ ഗണ്യമായി കുറയുകയുണ്ടായി. അതുമൂലം തങ്ങളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായ സാമ്പത്തിക വിഭവങ്ങൾ സ്വയം കണ്ടെത്തണമെന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി മാറി. ഇങ്ങനെയൊക്കെയാണ് പുതിയ സാമ്പത്തിക നയങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചത്. പോയിന്റ്സ് എല്ലാം നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിക്കാം. ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ, more demanding customers, rapidly changing technological environment, necessity for change, need for developing human resources, market orientation, loss of budgetary support to the public sector. ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മാറിയ സാമ്പത്തിക നയങ്ങൾ എങ്ങനെയാണ് ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞു. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കായിരുന്നു ഇത്. ഇനി നമുക്ക് പ്ലാനിംഗ് എന്ന പാഠത്തിലെ ഒരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.